നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ഗോവിന്ദറാം, 35 വയസ്സ്, 6 അടി 1 ഇഞ്ച് ഹൈറ്റ്, ഉത്രം നക്ഷത്രം, BCom പാസ്സായിട്ടുണ്ട്. MBAക്ക് പോയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പാലക്കാട് ജനിച്ചു, എറണാകുളത്തായിരുന്നു ബാക്കി പഠനവും കാര്യങ്ങളൊക്കെ. അച്ഛൻ വടക്കേ കുറുപ്പത്ത്, തൃശ്ശൂർ വടക്കേ ഈ കുറുപ്പത്ത് ഫാമിലിയൊക്കെ കുറച്ച് വലിയ പഴയ തറവാട്ടുകാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് തൃശ്ശൂർ കുറുപ്പത്തെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അമ്മ മൂപ്പിൽ നായർ മണ്ണാർക്കാട് ഫാമിലിയാണ്, മൂപ്പിൽ നായർ ഫാമിലിയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തറയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദില് ഒരു MNCയിലാണ് ഈ കുട്ടി വർക്ക് ചെയ്യുന്നത്. കുറെ കാലം ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് HR പ്രൊഫഷണലായിട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്, ഹൈദരാബാദിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെങ്കിലും ഹൈദരാബാദൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഹൈദരാബാദിലോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഈ പ്രൊഫൈല് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവർ പാരൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് തൃപ്പൂണിത്തറയാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ തൃശ്ശൂരാണ് തറവാട്, അമ്മ പാലക്കാട് മണ്ണാർക്കാടാണ്. ഈ കുട്ടി ജനിച്ചത് പാലക്കാടാണ്, പഠിച്ചതും വളർന്നതും എറണാകുളത്താണ്. അച്ഛൻ പല കമ്പനികളിലും മാർക്കറ്റിംഗ് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പം റിട്ടയർഡ് ലൈഫാണ്. അമ്മ ട്യൂഷൻ കാര്യങ്ങൾ ട്യൂട്ടറാണ്, പ്രൈവറ്റ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരിക്കൽ കൂടെ ഗോവിന്ദറാമിനെ കുറിച്ച് ഞാൻ പറയാം. ഗോവിന്ദറാം, 35 വയസ്സ്, ഉത്രം നക്ഷത്രം, 6'1" ഹൈറ്റ്, BCom പാസ്സായിരിക്കുന്നു. MBA കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. HR പ്രൊഫഷണലായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പാലക്കാട് ജനിച്ചു, എറണാകുളത്ത് പഠിക്കും വളരും ചെയ്തു. അമ്മയുടെ വീട് പാലക്കാട് മണ്ണാർക്കാട് മൂപ്പിൽ നായർ വീട്ടിലാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള തറവാടാണ്. അച്ഛൻ വടക്കേ കുറുപ്പത്ത്, തൃശ്ശൂർ. രണ്ടുപേരും, അതായത് പാരൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് തൃപ്പൂണിത്തറയിലാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങളൊക്കെ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്. ഈ കുട്ടിയുടെ ഫോട്ടോ വീഡിയോയുടെ ലാസ്റ്റിൽ വെക്കുന്നുണ്ട്. കാണേണ്ടവർക്ക് ആ വീഡിയോയുടെ ലാസ്റ്റിൽ പോയിട്ട് കാണാം. ഒരു വിവാഹപ്രായം എത്തിയ കുട്ടികളുള്ള വീട്ടിൽ അച്ഛനമ്മമാർക്ക് പൊതുവെ ഒരു ചെറിയ ടെൻഷനാണ് കാണുന്നത്. അയ്യോ, ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഒരു വല്ലാത്ത ഒരു പേടി. ഇപ്പോൾ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ പോലും, എല്ലാം വെൽ സെറ്റിൽഡ് ആണെങ്കിൽ പോലും ആകെ ഒരു പേടിയാണ്. ഇപ്പം പെൺകുട്ടികളുടെ വീട്ടുകാരാണെച്ചാൽ എങ്ങനെ, ഇപ്പോൾ ഇവളിപ്പോൾ നാളെ മറ്റന്നാൾ കല്യാണം കഴിഞ്ഞ് പോകുമല്ലോ, ഇനി പോകുന്ന വീട്ടിലത്തെ എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ ആലോചിച്ച് ഒരു വലിയ ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷനൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ അവർ അച്ഛനമ്മമാരുമായിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കുക. വിവാഹ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഒരു ഡിസ്കഷൻ വെക്കുക. എന്താണ് ഈ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന ഹൈറ്റ് വേണം,
ജോലിസ്ഥലം ആയാൽ നന്നായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അത് നമ്മൾ ഓരോന്നും ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും ആ കുട്ടി കൃത്യമായിട്ട് പറയുക. അത് നന്നായിട്ട് അച്ഛനമ്മമാർ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം, ഈശ്വര വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബക്ഷേത്രം ഇതിനെല്ലാം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബക്ഷേത്രം, ധർമ്മദൈവങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ജാതകം കഴിയുന്നതും കുറച്ച് എഴുതാൻ ശ്രമിക്കുക. പേടിപ്പെടുത്തുന്ന രീതിയിൽ എഴുതരുത്. രാഹുദോഷം, ആ ദോഷം, ഈ ദോഷം അതൊന്നും എഴുതരുത്. കഴിയാവുന്നത്ര കുറച്ച് കാര്യങ്ങൾ കാട്ടുക. അടുത്തത്, ജോലി, എഡ്യൂക്കേഷൻ, സാലറി, ഈ 3 കാര്യങ്ങൾ നല്ല ഇമ്പോർട്ടൻസി കൊടുക്കണം. കൃത്യമായിട്ട് അതൊക്കെ എഴുതാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു മാട്രിമോണിയലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് അറിയാൻ ശ്രമിക്കുക. ഒരു 1-2 പേരെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുക. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ? അതായത് ചിലർ കല്യാണം ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപ വേണം, ചിലർ രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർ പൈസ വാങ്ങിക്കും, എടുക്കുകയില്ല, ഫോണേ എടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കലാപരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന അനവധി മാട്രിമോണി സൈറ്റുകളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർക്ക് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കിട്ടണ്ടേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് തരാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. കല്യാണം ശരിയായി കഴിഞ്ഞാൽ എൻഗേജ്മെൻ്റ് തലേ ദിവസം വന്ന പൈസയൊക്കെ വാങ്ങിച്ച് ഭയങ്കര ബഹളമൊക്കെ കൂട്ടിപ്പോകുന്ന എത്രയോ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവരുത്. വിവാഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മംഗളകർമ്മം ആണ് എന്നുള്ള ബോധം ഉണ്ടാവണം. ഒരു തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങൾക്കും പോകരുത്. നന്നായിട്ട് സംസാരിക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫൈലൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് സ്വീകാര്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കാട്ടുക. മക്കൾക്ക് ഓക്കെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് ഫോട്ടോ ഒക്കെ കണ്ട് ജാതകം നോക്കണമെന്നുണ്ടെങ്കിൽ ജാതകം നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം കുട്ടികൾ തമ്മിൽ ജാതകവും ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ നന്നായിട്ട് വാട്സാപ്പ് ചാറ്റിൽ കൂടെയൊക്കെ നന്നായിട്ടൊരു പരിചയപ്പെടലാവണം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുട്ടികൾ പുറത്ത് വെച്ച് കാണാനുള്ള ശ്രമമുണ്ടാകണം. വീട്ടിൽ വെച്ചിട്ടല്ല. വീട്ടിൽ നടത്തണം, പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടക്കണം. പക്ഷെ അതിന് മുന്നേ ഒരു പുറത്ത് വെച്ച് കണ്ട് നന്നായിട്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു കംഫർട്ട് സോണിൽ എത്തിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ. മറ്റേത് അവർക്കൊക്കെ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ അത് ആർക്കും ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കണം ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദാമ്പത്യ ബന്ധം, അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ് ഒക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.